യോജിച്ചതായിരിക്കുന്ന ഒരു പ്രവർത്തന രീതി അല്ലാതെയായി. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിനുള്ളതായിരിക്കുന്ന ശാശ്വതമായിട്ടുള്ള നല്ല രീതിയിൽ പോകാനുള്ളതായ സമീപനവും ഏകോപനവും ചർച്ചയും നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടക്കം ഫ്ലക്സുകൾ വെക്കലും ഫ്ലക്സുകൾ നശിപ്പിക്കലുമല്ല ഒരാളെയും തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം. അവിടെ ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് വേദനാജനകമാണ്. 24 മണിക്കൂറിനകം കോൺഗ്രസ് അധികാരത്തിലെത്തിയ 24 മണിക്കൂറിനകം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത് KPCC വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള PC വിഷ്ണുനാഥാണ്. താങ്കൾ ഇന്നലെ പറഞ്ഞു അങ്ങനെ ഒരു പ്രസ്താവന കോൺഗ്രസിന്റെ നേതാക്കൾ ആരും നടത്തിയിട്ടില്ല, അത് കള്ളമല്ലേ? അത് അതല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ സന്ദർഭത്തിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അല്ല, 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ വരാൻ തന്നെ സമയമെടുത്തല്ലോ. അല്ല, അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പറഞ്ഞ കാര്യമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഹൈക്കമാൻഡിനോടാണ് പറഞ്ഞത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധി തന്നെ അതിലേക്ക് കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനതിൽ പ്രത്യേകം പറയേണ്ടതില്ല. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി അവിടെ പുഷ്പാർച്ചന നടത്തിയതിനൊക്കെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് കയറി അതിനകത്ത് കിട്ടുന്നുണ്ടോ? കോൺഗ്രസ് യഥാർത്ഥി മലർന്നു നടത്തി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. പരിധി വിട്ടു പോകുന്നതായ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കുന്നതിന് തുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തെ നിരാശയിലേക്ക് എത്തുന്നതായ നടപടികളിൽ നിന്ന് എല്ലാ മേഖലകളിലുള്ള ആളുകളും പുറകോട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലക്സ് വെക്കലും ഫ്ലക്സ് കീറലുമല്ല മാനദണ്ഡം. ഇതാണിപ്പോൾ CPM-ഉം അതുപോലെ തന്നെ BJP പറയുന്നത്. ഇതല്ലേ ഞങ്ങൾ അന്ന് പറഞ്ഞത്, അതിലേക്ക് എത്തിയില്ലേ കാര്യം? കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതോടുകൂടി ഏറ്റവും ശുഭകരമായ അന്തരീക്ഷത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം വരും, കോൺഗ്രസ് രാഷ്ട്രീയം വരും. ഈ പോക്കാണെങ്കിൽ കല്ലറയിൽ വരെ കയറുക ഒരിക്കലുമില്ല. അങ്ങനെ ഇത്രയും കാര്യം. ഓക്കെ, എന്നാൽ ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, താങ്ക് യു.